Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുതിയതായി 10 ESI മെഡിക്കൽ കോളേജുകൾ. ഈ വർഷം MBBS സീറ്റുകളിൽ വർധനവ്. CBSE മോഡ് എക്സാം വർഷത്തിൽ 2 തവണ. സെമസ്റ്റർ സിസ്റ്റവും പരിഗണിക്കുന്നു. കേരള മെഡിക്കൽ അലീഡ് കോഴ്സസ് 6ാം ഘട്ട സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ്. ആയുർവേദം, ഫിഷറീസ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് പുതിയ അപേക്ഷ ക്ഷണിച്ചു. കോമഡ് കെ UG എക്സാം മെയ് 10-ന്. അപേക്ഷ ഫെബ്രുവരി 3 മുതൽ. ESI യോഗ്യതയുള്ള മെഡിക്കൽ ആസ്പിരൻസിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. ESI IP കോട്ട വഴി അനുവദിക്കപ്പെട്ട MBBS സീറ്റിൽ വരും വർഷങ്ങളിൽ സാധ്യതകളേറുന്നു. ജോർജ് തയ്യാറാക്കിയ വിവരങ്ങളിലേക്ക്. 2025 അധ്യയന വർഷത്തിൽ 10 പുതിയ ESI മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. അതോടെ ആകെ 21 കോളേജുകളിലായിരിക്കും ESI IP വാർഡ് സ്റ്റുഡൻസിന് MBBS പ്രവേശനം സാധ്യമാവുക. കഴിഞ്ഞ വർഷം ഈ രീതിയിൽ 460 സീറ്റുകളാണ് 24,000 വാർഷിക ഫീസ് ഇനത്തിൽ പ്രവേശനം നടത്തിയതെങ്കിൽ നീറ്റ് 2025 റാങ്കിന്റെ അടിസ്ഥാനത്തിൽ പുതിയതായി 400ഓളം സീറ്റുകളാണ് നിലവിൽ വരുന്നത്. 55,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ മുൻവർഷങ്ങളിലെല്ലാം ഈ കുറഞ്ഞ ഫീസ് നിരക്കിൽ ESI തൊഴിലാളികളുടെ മക്കൾക്ക് MBBS സീറ്റ് ലഭിച്ചിരുന്നത് ഈ പുതിയ മെഡിക്കൽ കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ വലിയ സാധ്യതകൾ നൽകുന്നു. പഞ്ചാബ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ആസാം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് പുതിയ കോളേജുകൾ. നിലവിൽ കേരളം, തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, ബംഗാൾ, ബീഹാർ, ആന്ധ്ര, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് നിലവിൽ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ലഭിക്കുന്ന ഈ MBBS സീറ്റുകളുടെ പ്രവേശന യോഗ്യതയും esic.gov.in എന്ന വെബ്സൈറ്റ് വഴി മെയ് മാസത്തിൽ ഓൺലൈനായി ലഭ്യമാകും. 2025-26 അധ്യയന വർഷത്തിൽ 2 തവണ CBSE ബോർഡ് എക്സാം നടത്തുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 10-12 ക്ലാസുകളിലെ പരീക്ഷ സെമസ്റ്റർ പരീക്ഷയായി മാറ്റുന്നതിനാണ് ആലോചനകൾ നടക്കുന്നത്. കുട്ടികളിൽ പരീക്ഷാ പേടിയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിനുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരളത്തിലെ ആയുർവേദം, ഫിഷറീസ് തുടങ്ങിയ വിവിധ കോഴ്സുകളിലേക്ക് പുതിയ അപേക്ഷകൾ ക്ഷണിച്ചു. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്കും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും ഇതുവരെ സീറ്റ് ലഭിക്കാത്തവർക്കും ഈ അവസരം ലഭ്യമാണ്. cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക. വിദ്യാർത്ഥികളുടെ യോഗ്യത സംബന്ധിച്ച എല്ലാ രേഖകളും നിർദ്ദേശിച്ച ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. താൽപര്യവും ഒഴിവുമുള്ള മെഡിക്കൽ അലീഡ് കോഴ്സുകളുടെ ഓപ്ഷനുകളും സൈറ്റിൽ പ്രവേശിച്ച് കൃത്യമായി സമർപ്പിക്കണം. ദി കൺസോർഷ്യം ഓഫ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡെന്റൽ കോളേജസ് ഓഫ് കർണാടക കോമഡ് കെ മെയ് 10-ന് ഓൺലൈൻ എക്സാം നടത്തുന്നു. ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി 3 മുതൽ commodk.org എന്ന വെബ്സൈറ്റ് വഴി. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു നമ്മോടൊപ്പം ചേരുന്നു. കർണാടകയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അവസരം. കോമഡ് കെ അഥവാ കൺസോർഷ്യം ഓഫ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡെന്റൽ കോളേജസ് ഓഫ് കർണാടക മെയ് 10-ന് ഓൺലൈൻ പ്രവേശന പരീക്ഷ നടത്തും. ഫെബ്രുവരി 3 മുതൽ commodk.org എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം. കർണാടകയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിവിധ ബ്രാഞ്ചുകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കേരളീയ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ വലിയൊരു അവസരമാണ്. പരീക്ഷാ തീയതി മെയ് 10, 2025. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഫെബ്രുവരി 3, 2025. വെബ്സൈറ്റ് commodk.org. എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെ വിവിധ കോഴ്സുകളുടെ യോഗ്യത +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കൂടി പറയുകയാണെങ്കിൽ കർണാടകയിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള കോഴ്സുകൾ, മികച്ച അധ്യാപന സൗകര്യങ്ങൾ, പ്ലേസ്മെന്റ് അവസരങ്ങൾ. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ commodk.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യുക. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.